അറിഞ്ഞുകൊള്ളുന്ന വേദന ഞാൻ വളർത്തിക്കൊണ്ടു. ഈ അവസ്ഥയ്ക്കാണ്, ഈ നിമിഷത്തിലാണ് ലതിക പുതുമഴ എന്ന് പേരിടുന്നത്. വലിയൊരു വേനൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മഴ പെയ്യുന്നതിനെ കുറിച്ച് വീണ്ടും വൈരമുടി കവിത എഴുതിയിട്ടുണ്ട്. വേനൽക്ക് ഒരു മഴ എന്നുള്ള കവിതയുടെ പേരിടുന്നത്. എല്ലാ കുടുംബങ്ങളും ഏതാണ്ട് ആവർത്തിക്കാവുന്നത് തന്നെയാണ്. ഈ അന്നത്തെ വേനലും വെയിലും കഠിനം തന്നെ. എപ്പോഴാണ് മഴ പെയ്യാൻ, എപ്പോഴാണ് മഴ പെയ്യാൻ. ഞാനെൻ്റെ വീട്ടില് ലതികയുടെ സുഹൃത്താണ് എൻ്റെ പത്നി കമല. കമലയുടെ ആവരാധികം പോകാനുണ്ടെങ്കിൽ ഇത്തിരി ചൂടാണ്. അങ്ങനെ വേനൽ കൊണ്ട് പൊരിയുന്നതിനിടയ്ക്ക് ഒരത്ഭുതം പോലെ പെട്ടെന്ന് മഴ പെയ്യും. പറയുന്നത് സൂര്യൻ തൻ കതിർ പോലെ. പുതുമഴയ്ക്ക് എന്തെല്ലാം സങ്കല്പങ്ങൾ കൊടുക്കണമെന്ന്. സൂര്യൻ തൻ കതിർ പോലെ സുന്ദര നിലാവെന്നോണം അത്യത്ഭുതോദാരം മഞ്ഞിൽ ഉയർന്നിടും മഴ, മഞ്ഞിൽ ഉതിർന്നിടും മഴ, അതിൽ പിന്നിൽ സ്ഫുരിക്കും ദയ. അതുകൂടി ഭാഷ ചേർക്കുന്നുണ്ട്. പെട്ടെന്നൊരു മഴ പെയ്യുന്നിടത്ത് പ്രകൃതി നമ്മോട് കാണിക്കുന്ന കാരുണ്യമുണ്ട്. ഒരു പക്ഷേ ലതികയുടെ ഈ പുതുമഴയില് ലതിക കഥാപരിണതി കൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യരാരും മനഃപൂർവ്വം നല്ലതോ ചീത്തയോ ആവുകയല്ല. മനുഷ്യ ഹൃദയത്തിനെയും ബാധിക്കും കടുത്ത വേനല്. ആ കടുത്ത വേനലിനിടയ്ക്ക് എപ്പോഴോ ഒരു കുളിർത്ത മഴ പെട്ടെന്ന് പെയ്യും. ഈ സന്ധി, ഈ കടുത്ത വേനലിന്റെ എല്ലാ ക്ലേശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പെട്ടെന്നൊരു കുളിർത്ത മഴ പെയ്യുന്ന ആ നിമിഷം വലിയ വെല്ലുവിളിയാണ്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്നത്. അതാണ് ലതിക ഈ പുതുമഴ അവതരിപ്പിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ആ നിമിഷത്തിൽ പിന്നെ ഒരു വിവരണമില്ല. നിമിഷത്തിൽ കഥ നിന്നോളൂ. ലതികയുടെ വലിയ ഒരു അനുഗ്രഹം, ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആ സൂക്ഷ്മതയ്ക്ക് ഇരിക്കട്ടെ, വലിയൊരു അനുഗ്രഹം. ആവശ്യമില്ലാതെ ശർമ്മോഷ് പറഞ്ഞത് ആവശ്യമില്ലാതെ ഒരു വാക്കും എഴുതില്ല എന്നതാണ്. ചിലപ്പോൾ ഈ കഥാപാത്രത്തെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് കഥ വായിക്കുമ്പോൾ ആരാ പറയുന്നത്, എന്താണ് ബന്ധമെന്ന് നമുക്ക് രണ്ടാമത് വായിക്കേണ്ടി ഉണ്ടെങ്കിൽ അത്ര സൂക്ഷ്മമായിട്ട് അത് കൈകാര്യം ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ഈ പുതുമഴ ഇയാളുടെ ഉള്ളിൽ പെയ്തു. പുതുമഴ തീർച്ചയായിട്ടും ഒരു വസ്തുതയല്ല, പിന്നെ വൈകാരികമായ ഒരു പ്രതീകമാണ്. അതിനുള്ളിൽ അത് പെയ്തു കഴിയുന്നതിനെ കഥ പെട്ടെന്ന് നിൽക്കും. വീണ്ടും എഴുതുന്നത് പാറയാണെന്ന് സ്വയം സങ്കല്പിച്ചിട്ടും ഇളങ്കാറ്റത്ത് പോലും തെന്നി അടിയുന്ന തന്റെ ഹൃദയം. നിങ്ങൾ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ നേരിടാൻ സ്വയം തയ്യാറാണ്, കരുത്ത് കൂട്ടി ഇടും. പക്ഷേ പാറ എപ്പോഴാണ് അടിയുന്നത്? അപ്പോൾ ഇത് ഒരുപാട് കഥകളിൽ പല കഥകളിലായിട്ടുണ്ട്. പിന്നെ ഭാഷയിൽ കാണുന്ന പ്രതികാരങ്ങൾ ഇപ്പം പരിഭ്രമം നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ലതികയുടെ പരിഭ്രമത്തിന്റെ കറുത്ത പാമ്പ്. പരിഭ്രമം മാത്രമായിട്ടുള്ള ലതികയുടെ കഥാഭാഷയിൽ കാണും. പരിഭ്രമത്തിന്റെ കറുത്ത പാമ്പ് എന്നാണ് കാണുന്നത്. എനിക്കൊരൊറ്റ പരാതിയേ ഉള്ളൂ, ലതികയുടെ അധ്യാപകനും കൂടി ആയിരുന്നു എന്നുള്ള ആ ഒരു അവകാശം വെച്ചിട്ട് ഒരൊറ്റ പരാതിയേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ഇത്രയും ദീർഘകാലം നമ്മുടെ കഥാപാത്രത്തിനൊക്കെ ഒരുപക്ഷെ അനുഭവത്തിന്റെ ദാരിദ്ര്യം ഉണ്ടാവാം. ലതികയ്ക്ക് അതുണ്ടാവാൻ വഴി ലതിക പ്രവാസി ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. പ്രവാസി ജീവിതം സാധാരണ ധരിക്കുന്നതനുസരിച്ച്, എനിക്ക് മൈസൂരിൻ്റെ അപ്പോൾ ഒരു പ്രവാസമായിട്ട് പരിചയമില്ല. പ്രവാസി ജീവിതം സാധാരണ ധരിക്കുന്നതനുസരിച്ചിട്ട് ഒരുപാട് വിശ്വാസങ്ങൾ, ശമനമില്ലാത്ത ഒരുപാട് ആധികൾ, ഒരുപാട് ആശങ്കകൾ അത് മനസ്സിലുണ്ടാകും. അവിടെ ഇരുന്നിട്ട് ഈ ഇടക്കുന്നി വാരിയും ഈ ചുറ്റുപാടുമൊക്കെ അനുഷ്ഠിക്കുന്നതിന്
അതിനൊരു വൈകാരികത എന്തോ അത് എഴുതി പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ പുസ്തക പ്രകാശനം കൊണ്ട് പുതിയ എന്തെങ്കിലും പ്രചോദനം ഇതിലേക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കാൻ ഞങ്ങളുടെ ചിലർ കൂടി ഉണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് എനിക്ക് പുസ്തകത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് വിജയം ആശംസിക്കാച്ചോ പുറത്തു വന്നത് തന്നെ വലിയൊരു വിജയമാണ്. നേരത്തെ ജോണി പറഞ്ഞത് മാതിരി അവർക്ക് ഈ ചന്ത നോക്കിയിട്ട് വിൽപ്പന ചെയ്ത് തയ്യാറാക്കിയത് മാത്രമല്ലല്ലോ സാധനം. ഇപ്പൊ ഈയിടെ പുസ്തക ചന്ത എന്നത് ഉറപ്പ് വന്നിരിക്കുന്നു. ഒരു തെറ്റി നമുക്ക് തോന്നാറില്ല പുസ്തക ചന്ത എന്ന് ഉപയോഗിക്കുന്നു. അങ്ങനെ ചന്ത നോക്കിയിട്ട് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നത് മാത്രമല്ലല്ലോ സാധ്യത. ഏതൊരു കാലത്ത് ആരൊക്കെ ഈ രംഗത്ത് പെരുമാറി അതിൻ്റെ ഒരു ചരിത്ര സ്മരണ കൂടി എഴുത്തുകാർക്ക് സൂക്ഷിക്കാൻ, സാഹിത്യപ്രേമികൾക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതിന് പാകത്തിലാണ് ഈ താമരങ്ങൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ആ ബന്ധപ്പെടുത്തുന്നത് തന്നെ ഒരു വിജയമാണെങ്കിൽ തുടർന്നും വിജയം ആശംസിക്കുന്നു. ആ വിജയം എനിക്ക് കൂടുതൽ പ്രചോദനപ്പെടുന്നത് എന്നും ആശംസിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് ഹിരണ്യ മാഷ് വാക്കുകൾ. പ്രകാശം ചെയ്ത എനിക്ക് ശങ്കരൻ മാഷ്, എൻ്റെ സുഹൃത്ത് അഷ്ടമൂർത്തി, ഒന്നോ രണ്ടോ വർഷമായിട്ട് ഒരു പറ്റിപ്പെട്ട രചികയാണ്. ഇവരിക്കുന്ന ഒരു വ്യത്യസ്തമായ സദസ്സാണ് സാധാരണ സാഹിത്യപരമായി കാണാൻ കഴിയാത്ത ഒരു സദസ്സ് തിരിച്ചത്. എൻ്റെ ഒരു കേരളീയനായി ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പിന്നിരിക്കുന്നത് കോമറ ടീച്ചർ. അത് സൗന്ദര്യം കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപികയും നല്ല അധ്യാപിക രണ്ട് അർത്ഥത്തിൽ ഈ ടീച്ചർ സാഹിത്യത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഞാനൊരു സദസ്സിൽ ടീച്ചറെ കാണും. കോമറ ആ സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഈ സാഹിത്യം എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയാഴ്ച മാത്രമായി കുട്ടിക്കാലം. വേറൊന്നും എൻ്റെ ഗ്രാമത്തിൽ അമ്മാളം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ മാതൃഭൂമി ആഴ്ചകൾക്ക് വരുത്തിയിരുന്ന ഏറെ പീരീഡ് എൻ്റെ ചെയ്തു. അത് 25 വയസ്സുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് 40 മുതൽ മാതൃഭൂമി ആഴ്ചകൾക്കൊക്കെ അച്ഛൻ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ മാതൃഭൂമി ആഴ്ചകൾക്കിൻ്റെ കുന്നുകൂട്ടിയിട്ടുള്ള മുറിയിലാണ് കിടക്കാറ്. തലേണയൊക്കെ മാതൃഭൂമിയായിട്ട് തീർപ്പത് തലേണയൊക്കെ പതിനത്തെ ഇഷ്ട കവിതകൾ ഞാൻ ഓരോ കൊല്ലത്തെയും ഇഷ്ടപ്പെട്ട കവിതകൾ ഓരോ കൊല്ലത്തെയും ഒരു കവിത കീറിയെടുക്കാൻ പ്രയാസമില്ല. പേജുണ്ടാവും കീറിയെടുത്ത് പെയിന്റ് ചെയ്ത് വെക്കും. ഒരു കൊല്ലത്തെ കവിത പെയിന്റ് ചെയ്ത് വെക്കാം. പക്ഷെ കഥകൾ അങ്ങനെ പെയിന്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം കഥ ഒരു 2 പേര് കഴിഞ്ഞാൽ അടുത്ത കഥയിൽ ഭാഷ പറഞ്ഞ് നാട്ടപ്പെടാൻ പേരല്ലേ അല്ലേ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് പെയിന്റ് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ മാതൃഭൂമിക്ക് വായിച്ചതിന് വീണ്ടും വായിക്കും. ഈ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മാതൃഭൂമി വീക്കിൽ വായിച്ചതിന് വീണ്ടും വായിക്കും. ഞാൻ വേറെ ഒന്നുമില്ല. വീട്ടില് ആരെക്കൂടി ആകേണ്ട വിനോദം മാതൃഭൂമി ആയിരിക്കും. 35 പേരുള്ള കുടുംബത്തിൽ, ഒരു കുടുംബത്തിൽ റേഡിയോ ഇല്ല, പിന്നെ ഒന്നുമില്ല, നല്ല ഭക്ഷണം പോലില്ല, കഞ്ഞി കുടിക്കില്ല, പിന്നെ ദാരിദ്ര്യമാണ്. അപ്പൊ ദാരിദ്ര്യത്തിന്റെ ഇടയിൽ നമ്മുടെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ മാതൃഭൂമി ആഴ്ചക്ക് വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ MTയിലാണ് വായന തുടങ്ങിയത്. MTയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ അന്ന് നിന്നും. കാരണം MTയിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമായിരുന്നു. കാരണം MTയുടെ കൂട്ടുകുടുംബം, ഈ MTയുടെ കഥയിൽ വരുന്ന കുടുംബ അന്തരീക്ഷം, നാലുകെട്ടിലെ അന്തരീക്ഷം, കഥകളിലെ ഗ്രാമീണ അന്തരീക്ഷം എനിക്കിവിടെ പരിചിതമായ അന്തരീക്ഷമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പം അപ്പുണ്ണി വളർന്നാൽ വലിയ ആളാണ്. നാലുകെട്ട് തുടങ്ങും. അപ്പം ഞാനും കരുതിയിട്ടില്ല അപ്പുണ്ണിയെ പോലെ പണ്ട് ആരോടും പണിയുന്നില്ല. ആരെയൊക്കെ ഒരു പകയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കൊരു ഏകാന്തതയുടെ വഴി ആണ് എഴുത്തിൻ്റെ ഒരു വഴി എനിക്ക് അന്ന് കഴിയും. ആരും മിണ്ടാതെ നടക്കുന്ന കാലമാണ്. ഞാൻ ആരുടെയും മിണ്ടിക്ക് തുടങ്ങിയത് ഈ കോളേജിൽ വന്നതിന് ശേഷം. കേരളത്തിൽ വന്നിട്ടാണ്
ആദ്യമായിട്ട് പോകുന്നത്. അതിനു മുമ്പ് ഒരു പെൺകുട്ടിയോടും വേണ്ടിയിട്ടില്ല. സ്വന്തം വീട്ടിൽ പഠിക്കുന്ന കാലത്ത് സമയമില്ല. ഇപ്പൊ ഈ കേരളമയാണ് എന്റെ അന്തർമുഖത്ത് മാറ്റിയിരുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള കേരളവുമായിട്ട് ബന്ധപ്പെട്ടത് വൈശാഖ മാസം ഒഴിച്ചു. തമ്പി കേരളമയായിരുന്നു പ്രധാനപ്പെട്ട ഒരാളാണ്. തമ്പി എന്തുകൊണ്ട് വന്നില്ല, ജോലി കേരളമേ ശങ്കരമാഷ കേരള അഷ്ടമൂർത്തി കേരളമയിൽ വെച്ചാണ് ആദ്യ കഥ എഴുതിയത്. ലതികയുടെ ആദ്യ കഥ കേരള കോളേജ് മാസത്തിലാണ് വരുന്നത്. ശങ്കരമാഷത്തെ നിരൂപണം വളരെ ചെറുപ്പത്തിൽ നിരൂപണം ഞാനൊക്കെ വായിച്ചുകൊടുക്കുന്നത് 63-64 മാതൃഭൂമിയായിട്ടുള്ള പുതിയ കഥയും കവിതയും നോവലിനൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ശങ്കരമാഷ നിരൂപണമാണ്. അസുരവിന്റെ നിരൂപണമൊക്കെ നടക്കുന്നത് മാതൃഭൂമിയിലെല്ലാം വന്ന് തിലകം 63. അങ്ങനെ ഈ കവിതകൾ പുതുമുദ്രകളാണെങ്കിലും രാമന്റെ കവിതകളാണെങ്കിലും രാമന്റെ കവിതയൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കില്ല. പക്ഷെ നിരൂപണത്തിലൂടെയാണ് നമ്മൾ രാമചന്ദ്രൻ മാസ്റ്റർ അജന്തയിലേക്കൊക്കെ പ്രവേശിക്കുന്നത്. ഒരു കാലത്ത് മാതൃഭൂമി എന്നെപ്പറ്റി പരാതി ടി.കെ. രാമചന്ദ്രൻ പറയാറുണ്ട്. എൻ്റെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഗുരുനാഥൻ ടി.കെ. രാമചന്ദ്രൻ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. പുള്ളി പറയും തനിക്ക് സാഹിത്യ മാതൃഭൂമിയുടെ പരിഹാസമാണ്, മാർക്സിസ്റ്റുകാരനാണ്. തൻ്റെ മാതൃഭൂമി സാഹിത്യ കുട്ടികളായിരുന്നു. നമുക്ക് വലിയൊരു പ്രബുദ്ധ ചിന്തകനാണെങ്കിൽ മാതൃഭൂമി മാറ്റം എന്ന് പറയുന്നത്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഞാൻ മാതൃഭൂമിയുടെ പാതയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ മാതൃഭൂമി മുടങ്ങാതെ വായിക്കുന്ന ശങ്കരമാഷ മാതൃഭൂമി ഇപ്പോഴത്തെ മാതൃഭൂമി വീക്കിലിയെ അല്പം പരിഹസിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ഇന്നും മാതൃഭൂമി അയച്ചത് ആദ്യം മുതൽ അവസാനം വരെ ഒരു പേരും വിടാതെ ഇന്നും വായിക്കുന്ന ഒരു മാസിക മാതൃഭൂമി വികിതൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് 5ാം ക്ലാസ് പഠിക്കുന്ന ലതികയുടെ കഥ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഷന്ന് എംടിയുടെ ഭാവത്തിലുള്ള ഒരു കഥകളല്ല, ഗ്രാമീണ അന്തരീക്ഷമല്ല, നഗരകേന്ദ്രിതമായ കഥകളാണ്. കഥകളുടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഒരു സംഘർഷങ്ങൾ കഥകളുണ്ട്. ഞാൻ ഈ കഥാസമാഹാരം പുസ്തകാന്വേഷണം വായിക്കുന്നതിന് മുമ്പ് പുസ്തക രൂപത്തിൽ വായിച്ചിട്ടില്ല, മുമ്പൊക്കെ വായിച്ച കഥകളാണ് ഓർമ്മ. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഒരു ഇംഗ്ലീഷ് മലയാളം മീഡിയത്തിൽ സാധാരണ നാട്ടിൻപുറത്ത് താമസിക്കുന്ന അപരിചിതമായ കഥയാണ്. നഗരകേന്ദ്രിതമായ കഥാപാത്രങ്ങൾ, നഗരകേന്ദ്രീയമായ സംഭാഷണം, ഇംഗ്ലീഷ് സംഭാഷണത്തിന് ഇംഗ്ലീഷ് കടന്നു വരുന്നു. എനിക്കത് മനസ്സിലാവാറില്ല, ഇംഗ്ലീഷൊന്നും മനസ്സിലാവില്ല. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഇന്ന് ആകെ അറിയാവുന്ന ഭാഷ മലയാളം. അന്ന് തീരെ എനിക്ക് മനസ്സിലാവാറില്ല. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന കഥ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല പല കഥകൾ, പ്രത്യേകിച്ച് ഒരു ഇന്റലക്ച്വൽ കഥകൾ ആയിട്ട് അന്ന് തോന്നാറുണ്ട്. മാധവിയുടെ കഥകളും ഇന്റലക്ച്വലായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ ഈ ഒരു ഇന്റലക്ച്വൽ ബുദ്ധിപരമായിട്ട് അലീനത്തിൽ എന്ന് പറയുന്ന കഥയായിരുന്നു. വാട്ടുമിറ്റിന്റെ കവി അല്ലേ, വാട്ടുമിറ്റൻ പൊയ്ക്കൊടി. എനിക്കതൊന്നും അറിയില്ല. വാട്ടുമിറ്റൻ എന്ന് പറഞ്ഞ കവിയെ ഞാൻ അന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് പാഠപുസ്തകമായിട്ട് വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് അപരിചിതമായ ലോകം. എംടിയുടെ അങ്ങനെയല്ലല്ലോ. ഞാൻ ജീവിച്ച ലോകം, ഞാൻ ജീവിച്ച ഗ്രാമീണർ, എൻ്റെ അനുഭവമണ്ഡലം ഒക്കെ എംടി. ഞാൻ വേലായിട്ടാണെങ്കിലും കുട്ടിയെടുത്താണെങ്കിലും ചിട്ടിലാത്മാവാണ് വിത്തുകളൊക്കെ ഞാൻ അത്ര വായിച്ച കാര്യമുണ്ട്. അത് ഉണ്ണിയാണ് ഞാൻ സ്വയം വിചാരിച്ചത്. അപ്പൊ ഈ അമ്മ ഉണ്ണിക്ക് എത്ര 50 വയസ്സ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ നമ്മളെ കരയിപ്പിച്ച കുട്ടിക്കാലത്ത് കരയിപ്പിച്ച കഥാകൃത്തായിരുന്നു എംടിയെങ്കിൽ ഞാൻ ഈ ലതികയുടെ കഥകൾ കൂടെ ആരാധന നോക്കി നിൽക്കുന്നത്. പക്ഷെ അതില് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് അന്ന് കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ വലിയ ആരാധന ചെയ്യുന്നു. മാതൃഭൂമിയായി ചിലപ്പോൾ വരുന്ന കഥാകാരന്മാർക്കും കഥാകാരികളും വലിയ ആദരവാണ് തോന്നി. മാധവിക്കുട്ടി, രാജലക്ഷ്മി, വത്സല അന്ന് 60കളിൽ പ്രധാനപ്പെട്ട മാതൃഭൂമിയിലെ കഥാകാരികളിലായിരുന്നു. മാധവിക്കുട്ടി 50കളിൽ വന്നിട്ട് 3 വത്സലയുടെ കഥകൾ കാലത്ത് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ലിസ്റ്റ് പറയുകയാണെങ്കിൽ മാധവിക്കുട്ടി, രാജലക്ഷ്മി, വത്സല, ലതിക, ബി സരസ്വതി ആരാന്നറിയാം ഇവര് പ്രധാനമായിട്ടും ഇവര് 4 പേരായിരുന്നു മാതൃഭൂമി അയച്ചതുപോലെ താരൻ. ഇത് ബി സരസ്വതി ആരും അറിയാതെ ഈ ലതികയെ പോലെ ആരറിയാതെ ബി സരസ്വതിയുടെ മകനെ പ്രശസ്തനായിട്ട് കൊടുത്ത കരുതാണ് ബീനാ പോളിന്റെ ഭർത്താവ്. അങ്ങനെയുള്ള അറിയാം. പക്ഷേ ശങ്കരമാഷ് പറഞ്ഞല്ലോ, ഈ ലതിയെ
മാത്രമല്ല ലതിക എഴുതാതെ പോയി വേറെ പലരും എഴുതാതെ പോയിട്ടുണ്ട്. ഞാൻ ലതികയുടെ കഥകളെ പറ്റി ഇവിടെ പഠനമൊന്നുമില്ല. എഴുതപ്പെടാതെ പോയ ഈ ചരിത്രത്തിൽ വരാതെ പോയ 2-3 എഴുത്തുകാരികളെ പറ്റി പറയാതിരിക്കാൻ എനിക്ക് കഴിയും. 60 തന്നെ ഇവരൊക്കെ 64 എഴുതിയിട്ടു. 60 തന്നെ മലയാളത്തിൽ വളരെ ശ്രദ്ധാപൂർവം 3 കഥകൾ എഴുതിയിട്ടുള്ള ഒരു കഥാകാരി നന്ദിനി കുട്ടി എന്നാണ്. ഷായദാസ് എന്ന് പറഞ്ഞ കഥ എഴുതിയിരുന്നു. പിന്നെ കഥ എഴുതിയിരുന്നു. വളരെ ഷായദാസിന് നീണ്ട കഥയും 3-4 ഏക്കറുടെ കഥയും. പീഡന കാരണം ദേവി നിലയങ്കോടിന്റെ വീടിന്റെ അടുത്ത് തിരൂര് ഈ നന്ദിനിക്കുട്ടി ജീവിച്ചിട്ട് ഇപ്പോഴുണ്ട്. ഞാൻ വളരെ ആരാധനയോടുകൂടി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് നന്ദിനിക്കുട്ടി വളരെ ആരാധനയോട് വായിച്ചിട്ടുണ്ടാണ്. അന്നൊക്കെ മാധവക്കുട്ടി നന്ദിനിക്കുട്ടി പോലെ കുട്ടിയാണ്. ഇപ്പൊ പോയി കണ്ടപ്പോഴാണ് എഴുതുകയും നമ്മുടെ ആരാധന കുട്ടിക്കാലത്ത് ആരാധന വിഗ്രഹങ്ങൾ മാറ്റി പോയത് ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരുടെ കഥകളൊന്നും തെരഞ്ഞെടുപ്പ് ജോലിക്ക് പ്രസിദ്ധീകരിക്കാവുന്ന ദേവസേന നമ്പൂരി എഴുതുകയല്ലേ. ഈ നമ്പൂരിമാര് എഴുതുകാർ വളരെ പ്രശസ്തമായ ലളിതാംബികാന്തർജനം ഒക്കെ ആണെങ്കിലും ഈ ലളിതാംബികാന്തരം പോലെ തന്നെ എന്തുകൊണ്ടോ പ്രശസ്തിയാവാതെ പോയ വളരെ നല്ല ശങ്കരമാഷുണ്ട്. അല്ലേ ശങ്കരമാഷ ദേവസേന നീസില്ലാതെ കഥകളുണ്ട് ദേവസേന. അപ്പൊ അങ്ങനെ 60-കളിൽ എഴുതി നിർത്തിയ അനവധി കഥാകാരികൾ മലയാള സാഹിത്യത്തിലുണ്ടായിരുന്നു. 70-കളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട പല പേരും പറഞ്ഞ സുമിത്രാവനം പോലുള്ള 70-ൽ ഇഷ്ടം പോലെ കഥാകാരികളുണ്ട്. അപ്പൊ അങ്ങനെ കഥാകാരന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. 60-കളിൽ ഈ വൈശാഖനൊക്കെ എഴുതി വന്ന 60-കളിൽ ഏറ്റവും കൂടുതൽ കഥകൾ എഴുതിയത് ഇവരാരുമില്ല. അദ്ദേഹത്തെ മലയാള കഥാസാഹിത്യവും നിരൂപകരും SP ഉണ്ണികൃഷ്ണൻ ആരാണ് അതിന്റെ കഥകൾ എല്ലാവർക്കും 60-കളുടെ പ്രധാനപ്പെട്ട കഥകളുണ്ടായി. ജോൺസ് എല്ലാം വളരെ മനോഹരമായ കാൽപ്പനിക കഥകൾ. ജോൺസ് ഉണ്ടായിരുന്നു. ജയദേവ് ഉണ്ടായിരുന്നു. ജയദേവ് മരിച്ച് ചരമോഹങ്ങളുടെ വാർത്ത കുരിയച്ചനാണ് താമസിച്ചിരുന്ന ഒരു കാലത്ത് മാതൃഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ കഥാകൃത്ത് നോവലിസ്റ്റ് ആയിരുന്നു. മരിച്ചപ്പോൾ മാതൃഭൂമി പേപ്പറിൽ പോലും ചരമകോളത്തിലാണ് വാർത്ത. മാതൃഭൂമിയുടെ ഏറ്റവും വലിയ കഥകാരൻ. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുകയാണെങ്കിൽ വളരെ ഒരു അവാർഡിനുള്ള സമയം മരിക്കും. അവാർഡ് മരിച്ച വാർത്തകളോ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ ജയദേവനെ ലേഖനം ചെയ്യുന്നുണ്ട്. ജയനാരായണൻ എഴുതിയിരുന്നു. അക്കൂട്ടത്തിൽ സ്ത്രീയാണ് തെറ്റിദ്ധരിച്ച എഴുത്തുകാരിയാണ് കേരളത്തിൽ പഠിച്ചത് പറഞ്ഞ തുളസിദാസ് തുളസി എന്ന പേര് കഥ എഴുതിയ തുളസി. മാധുരി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാകാരനായിരുന്നു തുളസി. ഇപ്പൊ ഇന്നിപ്പോ ഈ തലമുറയ്ക്ക് ആർക്കും അറിഞ്ഞില്ല തുളസി. അതിന് നോവൽ ചെയ്തിട്ട് ദീപ് എന്ന് പറഞ്ഞ നോവൽ മാധുരി ചെയ്തിട്ട് അത് രാമകരിയായിട്ട് ചലച്ചിത്രമാക്കി. പിന്നെ ഞാനും തുളസിയെ ആരാധിച്ചിരുന്നു. ആരാധിക്കുന്ന കാരണം ഞാൻ വിചാരിച്ചത് അവർ ഒരു പെൺകുട്ടിയായിരിക്കും. പിന്നീടാണ് മനസ്സിലായത് തുളസിക്ക് കുറെ പ്രണയം വന്നിരുന്ന പറഞ്ഞത് കേട്ടോ. ഈ തുളസി സ്ത്രീകളെടുക്കുമ്പോൾ എന്തായാലും പത്രാധിപം തെറ്റിരിക്കപ്പെട്ടു. എനിക്ക് വന്ന് MT വാസുദേവൻ പോലും പുസ്തകം കാരണം തുളസിയുടെ പേരുണ്ടായി പറയാൻ പറ്റില്ല. അപ്പൊ ഈ അക്കിത്തം പറഞ്ഞിട്ട് അതിന്റെ ആദ്യകാലങ്ങളിൽ അന്വേഷണമായി പ്രസിദ്ധീകരിച്ചില്ല. ഇതതിന്റെ കവിത കുട്ടികൃഷ്ണന്മാര് കൊടുത്തില്ല. കുട്ടികൃഷ്ണന്മാര് അക്കിത്തണ്ട് അന്ന് കവിത നോക്കിയിട്ട് കുട്ടികൃഷ്ണന്മാരാണ് മാതൃമേശം. അപ്പൊ അക്കിത്ത് എത്ര കവിത വെച്ചാലും കുട്ടികൃഷ്ണന്മാര് പ്രസിദ്ധീകരിക്കില്ല. അപ്പൊ അവസാനം അക്കിത്തം ഒരു അന്തർജനത്തിന്റെ പേര് കവിത പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ അന്തർജനത്തിന്റെ കവിത കൊടുത്തപ്പോൾ കുട്ടികൃഷ്ണന്മാര് പ്രസിദ്ധീകരിച്ചു നമുക്ക് പറയും. അപ്പൊ നമ്മുടെ പത്താതിമാരുള്ളിലും വായനക്കാരുടെ ഒരു ത്രൈനഭാവം തന്നെ നയിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കഥകളും കവിതകളൊക്കെ പെട്ടെന്ന് വായിക്കും. പെട്ടെന്ന് ഒരു ഫോൺ ചെയ്യും. ഇപ്പൊ സന്ധ്യയുടെ കഥകൾ വളരെ ഇഷ്ടമാണ്. ഏറ്റവും നല്ല കഴിവിലിരിക്കുന്നുണ്ട് അവിടെ സഭാഷത്തിന് ഫോൺ ചെയ്തതിനേക്കാൾ കൂടുതൽ
സന്ധ്യ ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെ കേരളത്തെ പറ്റി പറയുമ്പോൾ ഇപ്പൊ ലളിത, പത്നി, രാഗിണി സിസ്റ്റർമാർ പറയാറില്ലേ? അങ്ങനെ പറയാറ്. ലളിത, പത്നി, രാഗിണി അങ്ങനെ പറയാറ്. അതുപോലെ കേരളമേലെ 3 സിസ്റ്റർമാരായിരുന്നു ഈ ലതിക, ദുർഗ, സന്ധ്യ. എനിക്ക് തോന്നാറ് 3 പേരും ആദ്യം പറഞ്ഞ സുന്ദരിമാരായിരുന്നു. ആ സൗന്ദര്യത്തിന്റെ കിടപ്പോട്ട് സാഹിത്യത്തിൽ വളരെ ആഴമേറിയ താല്പര്യമുള്ളവരായിരുന്നു. ഞാൻ ആദ്യം ഇവര് 2 പേരെല്ലാം ആരാധിച്ചത് ദുർഗയാണ്. ദുർഗയെ ആരാധിക്കാൻ കാരണമുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ഒരു 4ാം ക്ലാസ്, ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ വലിയൊരു മോഹം മലയാളം PA ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പൊ മലയാളം PA MA റാങ്ക് കിട്ടുന്ന ആളുകളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കാം, ഫോട്ടോ ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ നോക്കാറുണ്ടായി. അപ്പൊ അങ്ങനെയാണ് മലയാളം PA റാങ്ക് കിട്ടിയ ഒരു വാർത്ത. ദുർഗയ്ക്ക് മലയാളം PA റാങ്ക് ഉണ്ട്. ഇവിടെ സുന്ദരിയായിട്ട് കുട്ടി റാങ്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ആ ഫോട്ടോ